يا نفس إن لم تظفري لا تجزعي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد كان لسبإ في مسكنهم آية جنتان عن يمين وشمال كلوا من رزق ربكم واشكروا له بلدة طيبة ورب غفور. فأعرضوا فأرسلنا عليهم سيل العرم وبدلناهم بجنتيهم جنتين ذواتي أكل خمط وأثل وشيء من سدر قليل ذلك جزيناهم بما كفروا وهل نجازي إلا الكفور. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. اللهم اغفر لنا ولوالدينا والسامعين يا رب العالمين. സൂറത്തു സബയിലെ ഏതാനും ചില ആയത്തുകളാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്തത്. സൂറത്തു സബഇന്റെ ചരിത്രവും സൂറത്തു സബഇന്റെ പശ്ചാത്തലവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏകദേശ കാര്യങ്ങളൊക്കെ അല്ലെ. അതിൽ പ്രധാനമായും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഒക്കെ ചരിത്രങ്ങൾ വളരെ ഹ്രസ്വമായി അള്ളാഹു പറഞ്ഞു പോയ ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലായി കാതോർത്തു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ജനത തന്നെയാണ് സബഅ് ഗോത്രം. സബഅ് എന്നുള്ളത് ഒരു വ്യക്തിയുടെ നാമമായിരുന്നു. പിന്നീട് പിൽക്കാലത്ത് ആ വ്യക്തിയുടെ നാമം ആ ഒരു സമൂഹത്തിലേക്ക് എന്ത് ചെയ്തു, പിന്നീട് പറയപ്പെട്ടതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻ സബ, നബിയെ ആരാണ് സബ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുനനിൽ രേഖപ്പെടുത്തിയ ഈ ഹദീസിനെ മുഹദ്ദിസുകളൊക്കെ പറഞ്ഞത് സ്വഹീഹാണെന്നാണ്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി, റജുലുൻ, സബ ഒരു മനുഷ്യനാണ്, വലദ ലഹു അശറ, അയാൾക്ക് 10 മക്കൾ ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ 6 മക്കള് ഫിൽ യമൻ, 6 മക്കൾ, സിത്തത്തും ഫിൽ യമൻ വ അർബഅത്തും ഫിശ്ശാം, 10 മക്കളിൽ 6 എണ്ണം യമനിലും 4 മക്കള് സിറിയയിലുമായി താമസിച്ചു പോന്നിരുന്നുവെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സബ എന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയാൻ. നമുക്കറിയാം, പിൽക്കാലത്ത് സബ അദ്ദേഹത്തിന്റെ സന്താന പരമ്പരകളിലൂടെ ഒരുപാട് ആളുകൾ കടന്നു വന്നതും അല്ലെ, പിന്നീട് തുബ്ബ എന്ന് പറയുന്ന രാജവംശം ഈ സബ ഗോത്രത്തിൽ നിന്ന് ഉടലെടുത്തതാണ് എന്നെല്ലാം ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത് കാണാം. വളരെ സ്വീകാര്യ യോഗ്യമായ വസ്ഫു ജസീറത്തുൽ അറബ് എന്ന് പറഞ്ഞ ഇമാം ഹമദാനിയുടെ ഒരു ഗ്രന്ഥം ലോകപ്രസിദ്ധമാണ്. സബഇന്റെ താഴ്വേരുകളെ സംബന്ധിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ വളരെ വിശാലമായ രീതിയിൽ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില തഫ്സീറുകളൊക്കെ വായിച്ചു പോകുമ്പോൾ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഈ ഹമദാനിയുടെ ഈ തഫ്സീറുകളിൽ നിന്ന്, ഈ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ സബഇന്റെ ഒരു പരമ്പരയെ സംബന്ധിച്ച് വല്ലാതെ പറഞ്ഞു പോണത് കാണാം. ആമുഖമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഏതായാലും സബ ഗോത്രത്തിന് അള്ളാഹു കൊടുത്ത വലിയ അനുഗ്രഹങ്ങളായിരുന്നു 2 തോട്ടങ്ങൾ. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി ഓതി വെച്ച ആയത്തിൽ റബ്ബ് പറഞ്ഞത്. അവരുടെ താമസ സ്ഥലം തന്നെ ഒരു വലിയ ദൃഷ്ടാന്തമായിരുന്നു. ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സബഇന് അവരുടെ ആ മസ്കൻ, അവരുടെ പ്രദേശം, ആ നാട്, താമസ ഇടങ്ങൾ, അത് തന്നെ വല്ലാത്തൊരു ആയത്തായിരുന്നു, ദൃഷ്ടാന്തമായിരുന്നു. കാരണം വേറൊരാൾക്ക് അള്ളാഹു അങ്ങനത്തെ കൊടുത്തിട്ടില്ല എന്ന്. ജന്നതാനി അൻ യമീനും വ ഷിമാൽ, വലത് ഭാഗത്തും ഇടതു ഭാഗത്തുമായി, അല്ലെങ്കിൽ അവരുടെ യമീൻ അല്ലെ ഷിമാൽ, ഈ 2 ഭാഗത്തായിട്ട് എന്ത് ചെയ്തിരുന്നു, 2 തോട്ടങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിരുന്നു. എന്നിട്ട് റബ്ബ് പറഞ്ഞു, ആ തോട്ടങ്ങളിൽ നിന്ന് നിങ്ങൾ സമൃദ്ധിയായി ഭക്ഷിക്കുവാൻ, യഥേഷ്ടം ഭക്ഷിക്കുവാൻ, കുലൂ മിർ റിസ്ഖി റബ്ബിക്കും, അത് നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള റിസ്ക്കാണ്, ഭക്ഷണമാണ്, അന്നമാണ്, അത് നിങ്ങൾ ഭക്ഷിക്കുക. വഷ്കുറൂ ലഹു, അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി ചെയ്യുക.
എന്നിട്ട് റബ്ബ് പറയുന്നു ബൽദത്തുൻ ത്വയ്യിബ, നല്ല ഫലപുഷ്ടമാർന്ന ഒരു മണ്ണും ഒരു രാജ്യവും ഒരു നാടും ഉണ്ടാകുക എന്ന് പറയുന്നത് വല്ലാത്ത അനുഗ്രഹമാണ്. ത്വയ്യിബത്തായത്. വറബ്ബുൻ ഗഫൂർ, അല്ലെ, അതിലേറെ അനുഗ്രഹമാണ് ചെയ്തു പോയ തിന്മകൾക്ക് പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ മഗ്ഫിറത്ത് നൽകുന്ന റബ്ബ്, രക്ഷിതാവ്. അപ്പൊ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിലെ തിന്മകൾ പുറത്തു തരുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള റബ്ബ്, ആ റബ്ബിന് നന്ദി ചെയ്ത് ജീവിക്കാൻ സബഅ ഗോത്രത്തിനോട് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തു, പറഞ്ഞു പോന്നു എന്നാണ്. എന്നാൽ ആ സബഅ ചരിത്രം വായിക്കുമ്പോൾ നമുക്കറിയാം, ഒരുപാട് പ്രവാചകന്മാർ ആ സമൂഹത്തിലേക്ക് കടന്നു വന്നു. നല്ല അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ, അള്ളാഹുവിന്റെ കൽപ്പനകൾ, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ പലതും അവരെ പഠിപ്പിച്ചു കൊടുത്തു. പക്ഷേ അവരിൽ കാലാന്തരികത്തിൽ, അല്ലെ, എപ്പോഴും അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, അള്ളാഹുവിന്റെ കൽപ്പനകളെ കാറ്റിൽ പറത്തുന്ന ആളുകൾ കടന്നു വരുന്നത് സ്വാഭാവികമാണ്. ഭൂമിയിലെ റബ്ബിന്റെ നടപടി അതാണ്. റബ്ബ് പറയുന്നു ഫഅറളൂ ഫഅർസൽനാ അലൈഹിം സൈലൽ അരിം ഫഅറളൂ, അവർ തിരിഞ്ഞു കളഞ്ഞു. അറള എന്ന് പറഞ്ഞാൽ ശരിക്കും വാക്കിന്റെ അർത്ഥം പ്രദർശിപ്പിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്, എക്സിബിറ്റ് ചെയ്യുക. എക്സിബിഷൻ അറബിയിൽ പറയും മഅരിൾ, അല്ലെ, നമ്മള് ഷാർജ ബുക്ക് ഫെയറിന് അവിടെ ഉപയോഗിക്കുന്ന വാക്ക് അതാണ്. മഅരിൾ എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഉറൂൽ എന്ന് പറയും, ഉറൂൽ തിജാറ, കച്ചവട ചരക്കുകൾക്ക് ഉറൂൽ എന്ന് പറയും. അഥവാ മുന്നിൽ വെച്ചിട്ടാണല്ലോ നമ്മൾ കച്ചവടം ചെയ്യുക, അതിന് അറുൾ എന്നാണ് ഉപയോഗിക്കുക. പലപ്പോഴും നമ്മള് സൂപ്പർ മാർക്കറ്റിന്റെ ഒക്കെ മുന്നിൽ കണ്ടിട്ടുണ്ടാവും അറുൾ, ഖാസ്, സ്പെഷ്യൽ ഓഫർ എന്നൊക്കെ എഴുതുന്നത് കാണാം. അഥവാ ചരക്ക് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറ്, അഥവാ കാണാൻ വെക്കുന്നത് എന്നാണ്. ഇവിടെ വാക്കർത്ഥം പ്രദർശിപ്പിക്കുക എന്നാണെങ്കിൽ ഇവിടുത്തെ വാക്കർത്ഥം ചില സന്ദർഭത്തിൽ സാഹചര്യത്തിനും സന്ദർഭത്തിനനുസരിച്ച് അർത്ഥം മാറാറുണ്ട്. ഇവിടെ ഫഅറദു, അവർ തിരിഞ്ഞു കളഞ്ഞു എന്നാണ്. ഇതുപോലെ അബസ വ തവല്ല എന്ന് പറഞ്ഞതുപോലെ അറള അൻ, തിരിഞ്ഞു കളയാന്നാണ് ഉദ്ദേശം. ഫഅറദു, അവർ തിരിഞ്ഞു കളഞ്ഞു. എന്തിനു തൊട്ട്? നന്ദി ചെയ്യാന്ന് പറഞ്ഞ കാര്യമാണ്. അനുഗ്രഹം ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോ അതിൽ സുഭിക്ഷരായി, അതിലിങ്ങനെ സുഖലോലുപതയിൽ സൗകര്യം കൂടിയപ്പോ ഇങ്ങനെ ആസ്വദിച്ചു പോന്നു. അള്ളാഹുവിന്റെ നന്ദി ചെയ്യുക എന്ന കൽപ്പനയെ അവരെന്ത് ചെയ്തു? ധിക്കരിച്ചു. ഫഅറദു, അവർ തിരിഞ്ഞു കളഞ്ഞു, തിരസ്കരിച്ചു. അപ്പൊ റബ്ബ് പറയാൻ ഫഅർസൽനാ അലൈഹിം സൈലൽ അരിം, അള്ളാഹിന് നന്ദി കേട് കാണിച്ചു കഴിഞ്ഞാല് അത് എല്ലാ സമൂഹത്തിനും ബാധകമാണ്. ഈ ആയത്ത് ഓതുന്ന നമ്മളെ മനസ്സിൽ റബ്ബിന്റെ ശിക്ഷാ നടപടികളെ കുറിച്ചുള്ള ഭയം ഉണ്ടാവണം. അള്ളാഹ് കുറെ സൗകര്യങ്ങളും എല്ലാവിധ അനുഗ്രഹങ്ങളും ചെയ്തിട്ട് നമ്മൾ നന്ദി കെട്ടവരായാൽ പെട്ടെന്ന് റബ്ബ് ഒരു പിടുത്തം പിടിക്കും. ആ പിടുത്തം വല്ലാത്ത പിടുത്തമായിരിക്കുന്നതാണ്. റബ്ബ് അതേപോലെ ഒരു പിടുത്തം പിടിച്ചു വരെ ഫഅർസൽനാ, നാം അവരിലേക്ക് അയച്ചു, നിയോഗിച്ചു, അല്ലെ, പറഞ്ഞയച്ചു, അലൈഹിം, അവരുടെ മേൽ, എന്തിനെ? സൈലൽ അരിം, അണക്കെട്ടിലുള്ള എന്താണ്? പ്രളയം. അരിം എന്ന വാക്കിന്റെ അർത്ഥം അണക്കെട്ട് എന്നാണ്. ഡാമുകൾക്ക് ഉപയോഗിക്കും. അങ്ങനെ കെട്ടിയുണ്ടാക്കുന്ന ജനസംഭരണികൾക്കാണ് അരിം എന്ന് ഉപയോഗിക്കാം. മഹാ അണക്കെട്ട്, അഥവാ സബഅ ഗോത്രം താമസിച്ചു പോന്നിരുന്ന ആ ഇടങ്ങളിൽ ഇവർക്ക് ജലസേചനത്തിന് വേണ്ടി എന്ത് ചെയ്തിരുന്നു? ഒരു അണക്കെട്ട് ഏതോ ഒരു നല്ല ഒരു ഭരണാധികാരി അന്ന് സ്ഥാപിച്ചിരുന്നു എന്നാണ്. ഒരു നല്ലൊരു ഭരണാധികാരി, ആളുകൾക്ക് ക്ഷേമം വരാനും ആളുകൾക്ക് നല്ല രൂപത്തിൽ ക്ഷേമത്തോടു കൂടി ജീവിക്കാനുമുള്ള രൂപത്തിൽ ഇവരുടെ തോട്ടങ്ങളെ സംരക്ഷിച്ചു പോരുന്ന രൂപത്തിൽ, കാലങ്ങളോളം നിലനിർത്തി പോരുന്ന രൂപത്തിൽ ജലസേചനത്തിന് ബാധകമായ വലിയ വലിയ അണക്കെട്ടുകൾ എന്ത് ചെയ്തിരുന്നു? ഒരു രാജാവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ ആ രാജാവിന്റെ കാലം കഴിഞ്ഞു, അവരുടെ മക്കളുടെ ഭരണം കഴിഞ്ഞു. പക്ഷെ പിൽക്കാലത്ത് കടന്നു വന്ന ആളുകൾ നന്ദി കെട്ടവരായിരുന്നു. നന്ദി കെട്ടവരായപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല ആ അണക്കെട്ടിനെ പൊട്ടിച്ചു. അതാണ് റബ്ബ് പറഞ്ഞത്. സെയിൽ എന്ന വാക്കിന്റെ അർത്ഥം പ്രളയം എന്നാണ്. സുയൂൽ എന്ന് ഉപയോഗിക്കും. സാല എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഒഴുകി എന്നർത്ഥം. മാലി, പാസ്റ്റ് ടെൻസ്, സാല, ഒഴുകി എന്നാ ഉപയോഗിക്കാം. സെയിൽ എന്ന് പറഞ്ഞാൽ ഒഴുക്ക് എന്നാണ്. ശരിക്കും ഒരു പ്രളയം നമ്മളെ നാട്ടില് 2-3-4 വർഷം മുമ്പ് നമ്മൾ കണ്ടതാണ്. ഒരു പ്രളയം വന്നാലുള്ള ദുരിതം എത്ര ശക്തമാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞത്. പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു പ്രളയം വെറുതെ വിടണമല്ല. മനുഷ്യന്മാർ നന്ദി കേട് കാണിക്കുമ്പോൾ റബ്ബിന്റെ ഒരു ശിക്ഷാ നടപടിയായിട്ടാണ് ബുദ്ധിയുള്ള ആളുകൾ, അതുപോലത്തെ അറിവുള്ള ആളുകൾ അതിനെ മനസ്സിലാക്കുക. അറിവില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രകൃതിക്ഷോഭ എന്ന് പറയും. അറിവില്ലാത്ത ആളുകൾ പറയും അതൊരു ദുരന്തമാണ്, പ്രകൃതി ദുരന്തം എന്ന് പറയും. പക്ഷെ അറിവുള്ള ആളുകൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഈ ചരിത്രങ്ങളിലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദി കേട് കാട്ടിയപ്പോൾ റബ്ബ് എന്ത് ചെയ്തത്? അണക്കെട്ട് പൊട്ടിച്ചത്. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് ഗുണമായി, അനുഗ്രഹമായി നിലനിന്നിരുന്ന ആ ഒരു ജലസംഭരണിയെ ഒരു ജലപ്രളയമാക്കി അള്ളാഹു എന്ത് ചെയ്തു? മാറ്റി എന്നാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ അതുപോലത്തെ ദുരന്തങ്ങളിൽ നിന്നൊക്കെ. റബ്ബ് പറയുന്നു ഫഅർസൽനാ അലൈഹിം, കാരണം അള്ളാഹു മനുഷ്യന്മാരെ പറ്റി പറഞ്ഞു ഇന്നഹു കാന ളലൂമൻ ജഹൂല, മനുഷ്യന്മാർ അക്രമികളാണ്, അവിവേകികളാണ്. നമ്മൾ പലപ്പോഴും ജഹാലത്തുകൊണ്ട് നമ്മൾ പലതും പറഞ്ഞു. പക്ഷെ ചില സമയത്ത് എന്തെങ്കിലും ദുരന്തമോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ റബ്ബിലേക്ക് കൂടുതൽ മടങ്ങാൻ വേണ്ടി റബ്ബ് നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. റബ്ബിലേക്ക് കൂടുതൽ അടുക്കുക. ലഅല്ലഹും യർജിഊൻ,
റബ്ബ് പറയുന്നു അവരൊരു പക്ഷെ റബ്ബിലേക്ക് കൂടുതൽ എന്ത് ചെയ്തേക്കാം, മടങ്ങി വന്നേക്കാം. അള്ളാഹുവിന്റെ ആയത്തുകളെ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകളെ ഒക്കെ നിലനിർത്തി റബ്ബിന് നന്ദി ചെയ്യുന്നവരായേക്കാം. ശരിയല്ലേ? പലപ്പോഴും വല്ല ഇങ്ങനത്തെ എന്തെങ്കിലും പ്രകൃതിക്ഷോഭങ്ങളോ അതല്ലെങ്കിൽ വലിയ എന്താണ് ഭൂമി കുലുക്കങ്ങളോ ഒക്കെ കടന്നു വരുമ്പോൾ കൂടുതൽ റബ്ബിലേക്ക് അടുക്കാനുള്ള ഒരു പ്രേരണ അത്തരം ചില സന്ദർഭങ്ങളിൽ ഉണ്ടാവാറുണ്ട്. മനുഷ്യൻ അങ്ങനെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഇടിമിന്നലേൽക്കുമ്പോഴും ഭയചകിതരാകുന്ന മലക്കുകൾ ഉണ്ടെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മള് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും അതല്ലേ. ഇടിമിന്നലേൽക്കുമ്പോൾ പ്രാർത്ഥന എന്താ? എന്താണ്? സബ്ബഹ അർഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതിഹി. യുസബ്ബിഹു അർഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതിഹി. ഈ ഇടിമിന്നലേൽക്കുമ്പോൾ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് മിന്ന് എന്ന ഇടി നാദങ്ങൾ മുഴങ്ങുന്നത്. മാത്രവുമല്ല ആ സമയത്ത് മലക്കുകൾ എന്താണ്? പേടിയിലാണ്. വൽ മലായികതു മിൻ ഖീഫതിഹി, ഭയത്തിലാണെന്ന് പറയും. അപ്പൊ പ്രകൃതിയിൽ വരുന്ന ഇത്തരം മാറ്റങ്ങൾ റബ്ബിലേക്കുള്ള റബ്ബിന്റെ ശിക്ഷാ നടപടികളെ സംബന്ധിച്ചുള്ള ഒരു ഭയം മനുഷ്യർ കടന്നു വരാനും കൂടിയാണ്. അവിടെ റബ്ബ് സൂചിപ്പിച്ചതും അതാണ്. ഫഅർസൽനാ അലൈഹിം, ഞാൻ അവരുടെ മേൽ പറഞ്ഞയച്ചു. പറഞ്ഞയച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രയോഗമാണ്. സെയിലുൽ ആരിമിനെ പറഞ്ഞയച്ചു. അണക്കെട്ടിലെ വെള്ളം പ്രളയമാക്കി ഞാൻ അവരുടെ മേൽ എന്ത് ചെയ്തു? ഒഴുക്കി. റബ്ബ് പറയാം വബദ്ദൽനാഹും, അതോടുകൂടി തീർന്നില്ല. വബദ്ദൽനാഹും, നാം അവർക്ക് പകരമാക്കി നൽകി. ബദ്ദല എന്നുള്ള വാക്കിന്റെ അർത്ഥം എക്സ്ചേഞ്ച് ചെയ്യാന്നാണ്. തബ്ദീൽ ല്ലേ? ബദ്ദൽനാഹും, നാം അവർക്ക് പകരം നൽകി. ബി ജന്നതൈഹിം, അവരുടെ ആ 2 തോട്ടങ്ങൾക്ക് പകരം ജന്നതൈൻ, 2 തോട്ടങ്ങൾ പകരം നൽകി. ആദ്യത്തെ തോട്ടം എന്ന് പറഞ്ഞാൽ നല്ല സമൃദ്ധമായി ഇവർക്ക് ഭക്ഷിക്കാൻ ഉതകുന്ന ഫലങ്ങൾ കായ്ക്കുന്ന തോട്ടങ്ങളായിരുന്നു. പിന്നെ റബ്ബ് കൊടുത്ത തോട്ടം എങ്ങനെ? ദവാത്തൈ, ഉള്ളവ. ദവാത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം അതിന്റെ മുലാരി, അതിന്റെ മുഅന്നസാണ് ദാത്ത് എന്നുള്ള ഉപയോഗം. ദീനുള്ളവൾ എന്ന് പറയും. അപ്പൊ ഉള്ളവൾ എന്നുള്ള അർത്ഥത്തിലാണ് ദവാത്ത് എന്നുള്ള ഉപയോഗിക്കുക. ദു എന്നാണെങ്കിൽ ഉള്ളവൻ എന്നുള്ള, ദൂമാൽ, സമ്പത്തുള്ളവൻ, ദുന്നൂറൈൻ, 2 പ്രകാശമുള്ളവൻ. അലി എന്താണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞ അതാണ്. അപ്പൊ അതൊരു പ്രയോഗം. ദ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഉള്ളതാണ്. ദവാത്തൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള 2 എണ്ണം. ദവാത്ത അഫ്നാൻ, സൂറത്ത് റഹ്മാനിൽ ആ വാക്ക് വന്നിട്ടുണ്ടാവും. ഇവിടെ ദവാത്തൈ എന്നുള്ളത് ഇവിടെ നസ്ബിന്റെ സ്ഥാനാണ്. ഒരു ഫത്ഹ കൂടെ അതാണ് ദവാത്തൈ എന്നായത്. മറ്റോടത്ത് റഫിന്റെ സ്ഥാനം. അതൊരു ഗ്രാമറാണ്. അത് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നില്ല. ഏതായാലും ദവാത്തൈ, അള്ളാഹ് പകരം കൊടുത്തു. എന്ത്? 2 തോട്ടം. എങ്ങനത്തെ 2 തോട്ടം? ഉക്കുലിൻ ഖംതിൻ, നല്ല കയ്പുള്ള കായ്കനികളുള്ള ഫലങ്ങൾ കായ്ക്കുന്ന മരങ്ങൾ ഉള്ള തോട്ടം. ഉക്കുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റും. അങ്ങനത്തെ ഹംത്ത്, കയ്പ് രുചിയുള്ള കായകൾ കായ്ക്കുന്ന മരങ്ങളുള്ള തോട്ടങ്ങളെ ഞാൻ പകരം കൊടുത്തു. ആദ്യം എന്ത് ചെയ്യുന്നു? തിന്നാൻ പറ്റുന്ന ഫ്രൂട്ട്സും തിന്നാൻ പറ്റുന്ന പച്ചക്കറികളും തിന്നാൻ പറ്റുന്ന വിഭവങ്ങളുമുള്ള നല്ല സമൃദ്ധമായ തോട്ടമായിരുന്നു. അള്ളാഹ് ഈ ഒരു പ്രളയം പറഞ്ഞതിന് ശേഷം പിന്നെ അവിടെ മുളച്ചു പൊങ്ങുന്ന മരങ്ങൾ മുഴുവനും എന്താണ്? കയ്പുള്ള എന്താണ് നമ്മളറിയില്ലേ, എന്താണ് നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കാറുണ്ട് പലപ്പോഴും, കയ്പുള്ള കാഞ്ഞീരം പോലുള്ള മരങ്ങൾ. ഒരു ഉപകാരം ഉണ്ടാവില്ല. അതിന്റെ ഫലങ്ങൾ കൊണ്ട് വിശപ്പടയൂല. അതിന്റെ ഫലങ്ങൾ കൊണ്ട് ഒരു ഔഷധമോ അല്ലെങ്കിൽ അതിന്റെ ഫലങ്ങൾ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങളോ ഇല്ല. അപ്പൊ അതിന്റെ ഫലങ്ങൾ മുഴുവൻ കയ്പുള്ളതാണ്. ഇനി റബ്ബ് പറയുന്നു അസ്ലിൻ, അതിന് പകരമായി ആ തോട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരു മരങ്ങളുടെ വിഭാഗമാണ് അസ്ല്. പലപ്പോഴും ചില ഇന്ന് നമ്മുടെ നാടുകളിലൊന്നും അത് ഇല്ല. പക്ഷെ ചില അറേബ്യൻ മേഖലയിൽ അതിന്റെ പ്രദേശങ്ങളെ സംബന്ധിച്ചൊക്കെ അറിയുന്ന ആളുകൾ പറയാറുണ്ട്, ഈ വാഗമരം പോലത്തെ, നമ്മളെ ഈ കാറ്റാടി മരം പോലത്തെ മരങ്ങൾ, കാറ്റാടി, അതായത് മരുപ്രദേശങ്ങളിൽ മൊട്ടക്കുന്നുകളിൽ മാത്രം കാണുന്ന ചില മരങ്ങളുണ്ട്. തണലിട്ടും പക്ഷെ ഭക്ഷിക്കാൻ എന്താവൂല, അതിൽ നിന്നൊരു കായ പോലും നമുക്ക് കിട്ടൂല. അസിൽ എന്നതിനെ ചില പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത് അതൊരു കാറ്റാടി മരം പോലുള്ള മരം. ഇനി വശൈഇൻ മിൻ സിദിർ, അതുപോലെ തന്നെ ആ തോട്ടങ്ങളിലുള്ളത് സിദിറിലെ കുറച്ച് ഭാഗം. സിദിർ എന്ന് പറഞ്ഞാൽ നമ്മൾ താളി എന്നുള്ളതിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. എലന്ത മരം. പേരറിയാത്ത മരങ്ങൾക്കൊക്കെ പൊതുവെ സാഹിത്യകാരന്മാർ പറയുന്ന പേരാണ് എലന്ത മരം എന്നുള്ളത്. എലന്ത എന്നുള്ളത് ചില പണ്ഡിതന്മാർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ചില കായ കൊണ്ട് ഉപകാരമില്ലെങ്കിലും ചിലപ്പോൾ അതിന്റെ മറ്റു വേരുകൾ കൊണ്ടോ കാര്യങ്ങൾ കൊണ്ടോ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവും. കുറച്ചെങ്കിലും ഒരു ഉപകാരം തോന്നിയത് ഏതാണ്? ഈ സിദിറാണെന്ന്. ചില പണ്ഡിതന്മാർ അതിന് അർത്ഥം പറഞ്ഞത് സിദിർ എന്ന് പറഞ്ഞാൽ അത് വാഗമരമാണ്. വാഗല്ലേ, നമ്മളെ നാട്ടിലൊക്കെ നല്ല ചൂട് കാലത്ത് ഇങ്ങനെ ചുവന്നു നിൽക്കുന്ന പൂക്കൾ നൽകുന്ന വാഗമരം പോലെ. ആകെ ഈ 3 ടൈപ്പ് സാധനം മാത്രമേ പിന്നെ അവിടെ പൊട്ടിമുളച്ചിട്ടുള്ളൂ. ഏത് നാട്? അള്ളാഹ് പറഞ്ഞ ബൽദത്തുൻ ത്വയ്യിബത്തായിരുന്നു, നല്ലൊരു നാടായിരുന്നു, ആയത്തായിരുന്നു അല്ലെ, അവർക്ക് ദൃഷ്ടാന്തമായിരുന്നു. 2 ഭാഗങ്ങളിലും
വലതും ഇടതും ഭാഗങ്ങളിൽ എന്താണ് തെളിനീരൊഴുകുന്ന ഉറവകളുടെ ചുറ്റിലും സമൃദ്ധമായ ഫലം കായ്ക്കുന്ന വലിയ തോട്ടങ്ങളായിരുന്നു. പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചു അവരെ. ആ പ്രളയക്കെടുതി മാത്രല്ല, കെടുതിക്ക് ശേഷം വീണ്ടും കെടുതി. ഭക്ഷണമില്ല, നല്ല ഭക്ഷണങ്ങളില്ല. അള്ളാഹിന്റെ പരീക്ഷണം വന്നു കഴിഞ്ഞാൽ കുറെ കാലം അനുഭവിക്കേണ്ടി വരും. നമ്മൾ മാത്രമല്ല അനുഭവിക്കുക, നമ്മുടെ നന്ദികേടിന്റെ ദുരന്തം നമ്മൾ മാത്രമല്ല അനുഭവിക്കുക, തുടർന്ന് വരുന്ന ആളുകൾ മുഴുവൻ അതിന് അനുഭവിക്കേണ്ടി വരുന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ. റബ്ബ് കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അത് ഈ ഒരു ആയത്തും സബഇന്റെ ചരിത്രവും റബ്ബ് പറഞ്ഞത് എന്തിനാ? നമ്മളെ ജീവിതത്തിൽ റബ്ബിലേക്ക് കൂടുതൽ നന്ദിയുള്ളവരാകാൻ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ വലിപ്പം തിരിച്ചറിയാൻ. പലപ്പോഴും എന്നെ റബ്ബ് പരിഗണിക്കുന്നില്ല, എന്റെ ദുആ അല്ലാഹ് കേൾക്കുന്നില്ല, എന്റെ ആഗ്രഹങ്ങളെ റബ്ബ് കേൾക്കുന്നില്ല എന്നുള്ള പരിഭവങ്ങളും പരാതികളും നമുക്ക് ചെല്ല. അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളെക്കാളും താഴെക്കടയിൽ സൗകര്യമില്ലാതെ, നിങ്ങളെക്കാളും ഇത്ര അനുഗ്രഹങ്ങളില്ലാതെ ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരെ നിങ്ങൾ നോക്കണം. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖക്കും, നിങ്ങളുടെ മുകളിലുള്ളവരെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, നോക്കണ്ട. കാരണം എന്താ? മുകളിലുള്ളവരെ നോക്കിയാൽ നമ്മുടെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടും, നമ്മളത് പോരാൻ തോന്നും. താഴെയുള്ളവരെ നോക്കിയാൽ നമുക്ക് ഒരുപാട് വലിയ അനുഗ്രഹങ്ങളിലാണ് നമുക്ക് അനുഭവിക്കാൻ അറിയും. ദാലിക അജ്ദർ അല്ലാ തസ്ദറു നിഅമത്തല്ലാഹ്. അള്ളാന്റെ റസൂൽ പറഞ്ഞു, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ വലിപ്പം അറിയണമെങ്കിൽ താഴെക്കടയിലുള്ളവരെ നോക്കി ജീവിക്കണം എന്നാണ്. അപ്പോ അത് കാണുമ്പോൾ നമ്മൾ നന്ദി ചെയ്യാൻ അത്രമാത്രം ബാധ്യസ്ഥരാണ് എന്ന ചിന്ത കൂടി വരും. ഈ റബ്ബ് ഈ കഥകളെ പറഞ്ഞതിന്റെ ഒരു പൊരുളും അതാണ്. വെറുതെ സബഇന്റെ ഒരു ചരിത്രം പറഞ്ഞു പോയതല്ല. സബഇന്റെ ചരിത്രത്തിലൂടെ മക്ക മുശ്രിക്കീങ്ങൾക്ക് അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിച്ചു. ഇനിയും നന്ദികേടാണോ തുടരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിക്കുകയും പരിഹസിക്കുകയുമാണോ? റബ്ബിന്റെ ഒരു പൊരുത്തത്തെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? കാത്തിരിക്കേണ്ടി വരുമെന്ന ഒരു താക്കീതും അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ നൽകുകയാണ്. റബ്ബ് പറയാണ്, എന്നിട്ട് ആയത്ത് പോയ പോക്കോക്കണം. ദാലിക ജസൈനാഹും, ഞാൻ അവർക്ക് കൊടുത്ത കൂലി അതാണ്. ജസ എന്ന് പറഞ്ഞാൽ എന്താ? പ്രതിഫലം. ഒരു പരിഹാസാൻ. റബ്ബ് അവരെ കളിയാക്കല്ലേ, ഞാൻ അവർക്ക് കൊടുത്ത പ്രതിഫലം അതാണ്. ദാലിക, അതാണ്. ജസൈനാഹും, നാം അവർക്ക് കൊടുത്ത പ്രതിഫലം. ആർക്ക്? ബിമാ കഫറു, അവര് നന്ദികേട് കാണിച്ചതിനുള്ള. കഫറ എന്ന വാക്കിന് നിഷേധിക്ക എന്നും അർത്ഥമുണ്ട്. സത്യത്തെ നിഷേധിക്കുന്നവൻ കാഫിറാൻ. അതേപോലെ തന്നെ നന്ദി കെട്ടവനും കാഫിർ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. കഫറ എന്ന വാക്കിന് നന്ദി കെട്ടവൻ. ഇതുപോലെ ലഇൻ ശക്കർത്തും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിച്ചാൽ അനുഗ്രഹങ്ങളിൽ നാം വർധനവ് നൽകുക തന്നെ ചെയ്യും. അതിന്റെ ബാക്കി എന്താ? വഇൻ കഫർത്തും, നിങ്ങൾ നിഷേധിച്ചാൽ എന്നല്ല, നന്ദി കേട് കാട്ടിയാൽ ഇന്ന അദാബി ലശദീദ്, തീർച്ചയായും എന്റെ ശിക്ഷ അതികഠിനമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പൊ ഇവിടെ ബിമാ കഫറു, അവർ നന്ദി കേട് കാട്ടിയതിനാൽ ഞാൻ അവർക്ക് കൊടുത്ത കൂലി അതാണ്, പ്രതിഫലം അതാണ്. റബ്ബ് പറയാ, വഹൽ നുജാസി ഇല്ലൽ കഫൂർ, വഹൽ നുജാസി ഇല്ലൽ കഫൂർ. കഫൂർ എന്ന് പറഞ്ഞാൽ നന്ദി കെട്ടവർ, നന്ദികേട് കാണിച്ചവർ. നന്ദികേട് കാണിച്ചവർക്ക് ഇങ്ങനത്തല്ലാതെ വേറെ എന്ത് കൂലിയാണ് നാം നൽകുക? നാം എന്ത് പ്രതിഫലമാണ് ഞാൻ അവർക്ക് നൽകുക? അള്ളാന്റെ ചോദ്യമാണ്. അതിന് ഉത്തരം പറയേണ്ട ഒരു ആവശ്യമില്ല. നന്ദി കെട്ടവന്റെ പ്രതിഫലം, നന്ദികേട് കാണിച്ചവന്റെ പ്രതിഫലം ശിക്ഷയാൻ, ദുരിതമാണ്. ജസാഅം വിഫാഖ, നമ്മൾ ഓതല്ലേ ഖുർആനിലൊരായത്ത്. എന്താണോ ചെയ്തത് അതിനുള്ള കൂലിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുക. ജസാഅൻ വിഫാഖ, അനുയോജ്യമായ കൂലി. നല്ലത് ചെയ്തോ ഏറ്റവും നല്ല പ്രതിഫലം തരും. അഹ്സന മാഹ്മിലു എന്ന് പറഞ്ഞു. എന്നാ ചീത്തത് ചെയ്തോ ഏറ്റവും മോശമായ ശിക്ഷ അള്ളാഹുവിൽ നിന്ന് എന്ത് ചെയ്യേണ്ടി വരും? ഏൽക്കേണ്ടി വരുന്നാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എടുത്തു സൂചിപ്പിച്ചത് ആ ഒരു വലിയ കാര്യമാണ്. ജീവിതത്തിൽ നന്ദിയുള്ളവരായി തീരാൻ, അള്ളാഹുവിന്റെ നിഅമത്തിന്റെ വലിപ്പം തിരിച്ചറിയുന്നവരാകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുപോലത്തെ പല കഥകളും സംഭവങ്ങളും നമ്മൾ ഓർമ്മിപ്പിച്ചു. ഈ സബഇന്റെ ചരിത്രം അത്രമേൽ വിശാലമായതുകൊണ്ടും വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ളത് കൊണ്ടും ഈ സൂറത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സബഅ എന്ന് പേര് വിളിച്ചു. ഈ സൂറത്തിന് വേറെ പേരില്ല. എന്നാൽ വേറെ ചില സൂറത്തുകൾക്ക് ഒന്നും രണ്ടും മൂന്നും ചില പേരുകളിൽ അറിയപ്പെട്ടതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാം. ഉദാഹരണത്തിന് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹക്ക് എത്ര പേരുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരുപാട് പേരില്ലേ? ഒന്ന് ഉമ്മുൽ കിതാബ്. ഫാത്തിഹയുടെ മറ്റൊരു പേരാണ് ഉമ്മുൽ കിതാബ്. എന്താ കാരണം? ഈ കിതാബിൽ അടങ്ങിയ, വേദഗ്രന്ഥത്തിൽ അടങ്ങിയ എല്ലാ വിഷയങ്ങളുടെയും ഒരു ആകത്തുക സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. ഈ സൂറത്തിന്റെ ഒക്കെ സംക്ഷിപ്തമാണ് സൂറത്തുൽ ഫാത്തിഹ. അതേപോലെ തന്നെ വേറൊരു പേരാണ് സൂറത്തുൽ ഫാത്തിഹ സബഉൽ മസാനി. സബഉൽ മസാനി 7 തവണ ആവർത്തിക്കപ്പെടുന്നത് എന്നാണ്, റിപ്പീറ്റഡ് എന്നാണ് അർത്ഥം. എന്തുകൊണ്ടാണ് ആ പേര് വരാനുള്ള കാരണം? റസൂലുള്ളാഹി വിശദീകരിച്ചു. ഒരു ജീവിതത്തിൽ ഒരാളുടെ ലൈഫിൽ ഒരു ദിവസം 17 തവണ എന്താണ് ആവർത്തിക്കപ്പെടും. 17 തവണ ചുരുങ്ങിയത് നിർബന്ധമായി, അല്ലാത്ത സമയത്ത് ഇത് ആവർത്തിക്കൂലേ. അപ്പൊ നമ്മൾ പറയും ഖുർആൻ പാരായണത്തിൽ ഫാത്തിഹ നന്നാക്കണം, ഫാത്തിഹയിൽ തെറ്റുണ്ടാകാൻ പാടില്ല. അതിന്റെ ഉച്ചാരണ ശുദ്ധിയെയും
അതിലെ പാരായണ നിയമങ്ങളെയും പാലിച്ച് ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്ത് ശീലിക്കണം. അല്ലെങ്കിലുള്ള കുഴപ്പം എന്താ? 17 തവണ ഈ തെറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ നന്നാക്കേണ്ടതും അത് തന്നെയാണ്. അപ്പൊ ഇത് ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞു. സൂറത്തുൽ ഫാത്തിഹക്ക് സബഉൽ മസാനി, ഉമ്മുൽ കിതാബ്, ഉമ്മുൽ ഖുർആൻ, അതേപോലെ തന്നെ അൽ ഫാത്തിഹ, പിന്നെ അഷിഫ എന്നുള്ള പേര്. പക്ഷേ സൂറത്തു സബന് ആകെ ഒരൊറ്റ പേരാ പഠിപ്പിച്ച റസൂലുള്ള, സബ. ഇങ്ങോട്ട് നോക്കി, ഇതില് സുലൈമാൻ നബിന്റെ ചരിത്രം നമ്മൾ പറഞ്ഞു ഇതിന് മുന്നത്തെ ആയത്തില്. അതുപോലെ തന്നെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കൊടുത്ത ചരിത്രം വിശദീകരിച്ചു. പക്ഷെ ഇവിടെ സബഇന്റെ ചരിത്രം 2-3 ആയത്തുകളിൽ ഒതുക്കിയെങ്കിലും ഈ സൂറത്തിന്റെ പേരായി, ഈ സൂറത്തിലെ ഏറ്റവും വലിയ പാഠമായി അള്ളാഹിന്റെ റസൂൽ പരിചയപ്പെടുത്തിയത് എന്താ? ജീവിതത്തിൽ നന്ദിയുള്ളവരാകണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. അള്ളാഹു ഏറ്റവും നല്ല നന്ദിയുള്ളവരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലെ, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും ഇവിടെ റബ്ബ് കൊടുത്തത് അതായിരുന്നു. ഒരുപാട് അനുഗ്രഹങ്ങൾ ഇങ്ങനെ എടുത്തു പറയും. ഇതിന്റെ ഒരു ആകത്തുക മൊത്തം ഇങ്ങനെ പറയുകയാണെങ്കിൽ ദാവൂദ് നബിക്കും സുലൈമാൻ നബിക്കും കൊടുത്ത അനുഗ്രഹങ്ങൾ അങ്ങനെ പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ അതൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യേണ്ടതില്ല, നിരാശപ്പെടണ്ട. ശരിക്കും എനിക്ക് തോന്നുന്നത് നമ്മൾ അനുഭവിക്കുന്ന സൗകര്യങ്ങളും നമ്മൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും പണ്ടുള്ള ആളുകൾ അനുഭവിച്ചതിനേക്കാളും ശ്രേഷ്ഠമാണ്. പണ്ട് രാജാക്കന്മാർ ജീവിച്ചിരുന്നതിന് പോലെയാണ് ഇന്നത്തെ ഒരു ഇടത്തര ആളുകൾ എന്ത് ചെയ്യുന്നത്? ഭക്ഷിക്കുന്നതും സുഖങ്ങൾ ഉൾക്കൊള്ളുന്നതും. അപ്പൊ എത്രമാത്രം പണ്ടുള്ളവരെക്കാൾ ഈ ഉള്ള ആളുകൾ എന്ത് ചെയ്യണം? അള്ളാഹുവിലേക്ക് നന്ദി ചെയ്യണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇത്തരം ആയത്തുകൾ എന്ത് ചെയ്യുന്നത്? നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അള്ളാഹു എല്ലാ കാര്യങ്ങളെയും ഉള്ളറിഞ്ഞ് കാണാനും അതിനെ തിരിച്ചറിയാനും അതനുസരിച്ച് നന്ദി ചെയ്യാനും നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുള്ള ക്ഷമയും അതിനുള്ള തിരിച്ചറിവും അതിനുള്ള വിവേകവും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തിന്മകൾ അള്ളാഹു വിട്ട് പുറത്ത് മാപ്പാക്കി തരട്ടെ. അറിഞ്ഞു അറിയാതെയൊക്കെ അറിവില്ലായ്മകൾ കൊണ്ട്, അവിവേകങ്ങൾ കൊണ്ട് ജീവിതത്തിൽ പല തിന്മകളും കടന്നു വന്നു പോകുന്നവരാൻ അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ അപാരമായ മഗ്ഫിറത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. നമ്മുടെ ലക്ഷ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ച് നൽകുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആൻ പഠനങ്ങളിൽ അള്ളാഹു നമുക്ക് ബർക്കത്ത് നിലനിർത്തി തരുമാറാവട്ടെ. നന്നായി ഓതാനും നന്നായി പഠിക്കാനും അത് നന്നായി ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് അറിവ് പ്രദാനം ചെയ്യട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وألحقنا بالصالحين. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم. جزاكم الله خيرا. السلام عليكم ورحمة الله.